നമസ്കാരം. ഏവർക്കും ഭക്തമാനസം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീമുര കഥകളുടെ 12ാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. വീണ്ടും ദേവാസുര യുദ്ധം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സൂക്ഷ്മരൂപിയായി വീരബാഹു എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് മഹേന്ദ്രപട്ടണത്തിൽ സർവത്ര സഞ്ചരിച്ചു. മനോഹരമായ അസുര കൊട്ടാരം. ഉയർന്നു നിൽക്കുന്ന ഗോപുരത്തിൽ വീരബാഹു കയറിയിരുന്നു. അവിടെ ഇരുന്നാൽ നഗരവും കൊട്ടാരവും നന്നായി കാണാം. ആരും തന്നെ കാണുകയുമില്ല. ശൂരപത്മാസുരൻ സർവവിധ പ്രൗഢിയോടും കൂടി രത്നസിംഹാസനത്തിൽ, ചുറ്റും രാക്ഷസ പ്രമുഖന്മാരും മന്ത്രിമാരും. വീരബാഹു അല്പസമയം കൊണ്ട് അസുരന്മാരുടെ വിവരങ്ങളെല്ലാം ശേഖരിച്ചു. ഭഗവാനെ ധ്യാനിച്ച് അല്പനേരം കൂടി ഗോപുരത്തിൽ തന്നെ കഴിച്ചുകൂട്ടിയ ശേഷം യഥാർത്ഥ രൂപം ധരിച്ചു. രഹസ്യരൂപം കൊണ്ട് സഞ്ചരിക്കുന്നത് ദേവന്മാർക്ക് അപമാനമാണ്. ശൂരപത്മാസുരന്റെ സിംഹാസനം ലക്ഷ്യമാക്കി കൊട്ടാരത്തിലേക്ക് കുതിച്ചു. ഞാൻ ശിവസുതൻ ശ്രീമുരുകൻ അയച്ച ദൂതനാണ്. അസുരന്റെ മുഖത്തു നോക്കി വീരബാഹു സ്വയം പരിചയപ്പെടുത്തി. അസുര ചക്രവർത്തി അത് ഒട്ടും ഗൗനിച്ചില്ല. കണ്ടുവെന്ന് നടിക്കാനുള്ള മര്യാദ പോലും കാണിച്ചില്ല. അതിഥിയെ മാനിക്കാത്തവൻ നികൃഷ്ടനാണ്, സംസ്കാര ശൂന്യനാണ്. അഹങ്കാരിയായ അസുരനെ താൻ ആരെന്ന് അറിയിച്ചു തന്നെ പോകണം. തന്നെ അപമാനിക്കുന്നത് മുരുകനെ അപമാനിക്കുന്നതിന് തുല്യവും കൂടിയാണ്. വീരബാഹു മുരുകനെ ധ്യാനിച്ച് ഭഗവാന്റെ ഇച്ഛ ആരാഞ്ഞു. പെട്ടെന്ന് കൊട്ടാരത്തിൽ ദിവ്യശോഭ പരന്നു. എല്ലാവരും മിഴിച്ചു നിൽക്കെ ഒരു സ്വർണ സിംഹാസനം അസുര സിംഹാസനത്തിനു സമീപം കാണപ്പെട്ടു. അത് അയച്ചത് മുരുകദേവനാണ്. വീരബാഹുവിന്റെ പദവി ചക്രവർത്തി മനസ്സിലാക്കാൻ വീരബാഹു സിംഹാസനത്തിൽ കയറിയിരുന്നു. ആരാണവൻ? ഇന്ദ്രനോ ഇന്ദ്രപുത്രനോ? സഭാവാസികൾ ആരാഞ്ഞു. അസുര ചക്രവർത്തിക്ക് കാര്യം പിടികിട്ടി. കുപിതനായി ശൂരപത്മാസുരൻ ഉറക്കെ ഗർജിച്ചു. മായാപ്രയോഗം എന്നോട് വേണ്ട, അതുകൊണ്ട് ഭയപ്പെടുത്താമെന്നും കരുതേണ്ട. അത് മഹർഷിമാരെയും ദേവന്മാരെയും പറ്റിക്കാൻ മാത്രം എടുത്താൽ മതി. അസുരന്മാരുടെ ശക്തിസിദ്ധികളെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് ഇത്തരം വില കുറഞ്ഞ മായാവിധികൾ കാണിക്കാൻ തോന്നിയത്. മഹേന്ദ്രപുരിയിലെ ഓരോ അസുരനും ഇതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കെൽപ്പുള്ളവരാണ്. അത് നിനക്കറിയില്ലെങ്കിൽ ശിവപുത്രനോട് തന്നെ ചോദിച്ചു നോക്ക്. ത്രിമൂർത്തികൾ വരെ എന്നെ അനുസരിക്കുന്നു. അതുകൊണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഉടൻ പറഞ്ഞ് സമയം കളയാതെ സ്ഥലം വിടുന്നതാണ് നല്ലത്. ചക്രവർത്തിയുടെ വാക്കുകൾ വീരബാഹു ക്ഷമയോടെ ശ്രവിച്ചു. സിംഹാസനത്തിൽ അമർന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞു. സ്കന്ദദേവന്റെ ആജ്ഞ അനുസരിച്ച് എത്തിയ ദൂതനാണ് ഞാൻ. ദേവൻ തിരുച്ചെന്തൂരിൽ മറുപടിക്കു വേണ്ടി കാത്തിരിക്കുകയാണ്. അസുരൻ ദൂതനെ നോക്കി. ആരും ശിവസുതനേക്കാൾ വലിയവരല്ല. എല്ലാവരും സർവശക്തനായ ശ്രീമുരുകന്റെ അടിമകളാണ്. അത് അംഗീകരിക്കുവാൻ കഴിയാത്തവൻ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും. ദൂതൻ മുന്നറിയിപ്പ് നൽകി. ഭീഷണിയാണോ? അങ്ങനെ അങ്ങ് അനുസരിപ്പിക്കാന്നൊന്നും കരുതണ്ട. പറയാനുള്ളത് പറഞ്ഞ് മടങ്ങുന്നതാണ് ഉചിതം. അസുര ചക്രവർത്തി ദൂതന്റെ വാക്കുകൾ കേൾക്കുവാൻ കാത്തിരുന്നു. ബ്രഹ്മാവിനെയും ദേവേന്ദ്രൻ മുതലായ ദേവന്മാരെയും ദ്രോഹിക്കരുത്. അവരെ അപമാനിക്കുന്ന പ്രവർത്തികൾ ചെയ്യരുത്. കാരാഗ്രഹത്തിൽ പാർപ്പിച്ചിരിക്കുന്ന ഇന്ദ്രപുത്രനെയും ദേവന്മാരെയും ഉടനെ വിട്ടയക്കണം. ദേവന്മാരിൽ തന്നെ കവർന്നെടുത്ത സ്ഥാനങ്ങൾ തിരിച്ചു നൽകണം. ദൂതൻ യുദ്ധം ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ ചുരുക്കത്തിൽ അവതരിപ്പിച്ചു. ദൂതന്റെ വാക്കുകൾ കേട്ട രാക്ഷസൻ ഒന്ന് പൊട്ടിച്ചിരിച്ചു. അത് ദേവന്മാരോടുള്ള പരിഹാസമായിരുന്നു. ചതിയന്മാരായ ദേവന്മാർ ഇതൊക്കെ അനുഭവിക്കേണ്ടതാണെന്ന് രാക്ഷസൻ ദൂതനെ ഓർമ്മപ്പെടുത്തി. വരും വരായികൾ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ബാലൻ പറഞ്ഞയച്ച കാര്യങ്ങളാകിയാൽ ക്ഷമിക്കുന്നു. അല്ലെങ്കിൽ ജീവനം കൊണ്ട് മടങ്ങുവാനും നിനക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീരസ്യം പുലമ്പാതെ ഉടനെ പോകുന്നതാണ് നിനക്ക് നല്ലത്. അസുരന്റെ വാക്കുകൾ അനുസരിക്കാൻ വീരബാഹു തയ്യാറല്ലായിരുന്നു. ദൂതൻ തുടർന്നു. ബാലവാക്യമാണെന്ന് കരുതി അവഹേളിക്കരുത്. ബാലൻ പരമശിവന്റെ പുത്രനാണ്. സർവചരാചരങ്ങളെയും സംരക്ഷിക്കുന്ന മഹാദേവൻ തന്നെയാണ് ആ ബാലനും. എല്ലാം മറന്ന് സംസാരിക്കുന്നത് ആപത്താണ്.
ഭീഷണി വേണ്ട. ആരെവിടെ? ദൂതനെ പിടിച്ചുകെട്ടി കാരാഗ്രഹത്തിലടയ്ക്കൂ. അസുര ചക്രവർത്തി ഭടന്മാർക്ക് ആജ്ഞ നൽകി. വീരബാഹുവിന്റെ നേർക്ക് അസുരപ്പട പാഞ്ഞെടുത്തു. വീരബാഹു ഒന്നും കുലുങ്ങിയില്ല. മുരുകനെ ധ്യാനിച്ചു. കൂസലില്ലാതെ രാക്ഷസന്മാരോട് ഏറ്റുമുട്ടി. തുരുതുരേ അസുരന്മാരെ വാരിപ്പിടിച്ച് ആകാശത്തേക്ക് എറിഞ്ഞ് അമ്മാനമാടി. ശ്വാസം മുട്ടിച്ച് പലരും മരിച്ചു. ശേഷിച്ചവരെ നിലത്തടിച്ചു കൊന്നു. സഭാമണ്ഡപത്തിന് ചുറ്റും മൃതദേഹങ്ങൾ മല പോലെ കുന്നുകൂടി. സ്വർണസിംഹാസനം അപ്രത്യക്ഷമായി. ദൂത് പറയുക എന്ന ചുമതല വീരബാഹു നിർവഹിച്ചു കഴിഞ്ഞു. മുരുകദേവൻ ഏൽപ്പിച്ച കാര്യം പൂർത്തിയായി. ഇനി അസുരന്റെ മറുപടി പോയി ധരിപ്പിക്കണം. വീരബാഹു മടങ്ങാൻ തീരുമാനിച്ച് പുറത്തേക്ക് നടന്നു. നിൽക്കവിടെ! പിന്നിൽ നിന്ന് അസുരന്റെ ആജ്ഞ. സർവരും ഞെട്ടി. വീരബാഹു അത് കണക്കിലെടുക്കാതെ യാത്ര തുടർന്നു. ദൂതനെ കരുത്തനായ സേനാനായകൻ ശതമുഖൻ നേരിട്ടു. വീരബാഹുവും ശതമുഖനും തമ്മിൽ യുദ്ധം നടന്നു. അസുര സൈന്യം ആർത്തു വിളിച്ച് വീരബാഹുവിനെ വളഞ്ഞു. ശതമുഖാസുരൻ ശരമാരി ചുരിഞ്ഞു. എണ്ണിയാലൊടുങ്ങാത്ത ശരങ്ങളെ വീരബാഹു കരബലം കൊണ്ട് പിടിച്ചെടുത്തു നശിപ്പിച്ചു. വീണ്ടും അസുരൻ ശക്തി സംഭരിച്ച് ദൂതന്റെ നേർക്കു കുതിച്ചപ്പോൾ വീരബാഹു അവനെ തലക്കടിച്ചു കൊന്നു. ശതമുഖൻ മല പോലെ മറിഞ്ഞു വീണു. മരണവാർത്ത കൊട്ടാരത്തിലെത്തി. ലക്ഷക്കണക്കിന് അസുരന്മാർ മരിച്ചു വീണത് പുറം ലോകം അറിഞ്ഞാൽ നാണക്കേടാണ്. എന്തു വേണം? ദൂതനോട് ഏറ്റുമുട്ടാൻ ആരെ അയക്കണം? ശൂരപത്മാസുരൻ ആലോചനയിലാണ്ടു. ഭടന്മാരെ അയച്ച് സഹസ്രബാഹുവിനെ വരുത്തി. സൈന്യസമേതം ആ അസുരൻ വീരബാഹുവിന്റെ നേർക്കു കുതിച്ചു. തുല്യ ബലവാന്മാരായ രണ്ടുപേരും തമ്മിൽ ഉഗ്രയുദ്ധം നടന്നു. അസുരൻ അയക്കുന്ന ശരങ്ങളെ വീരബാഹു വൃക്ഷങ്ങൾ പറിച്ചെടുത്ത് തടുത്തു. മുഷ്ടി ചുരുട്ടി ഇടിച്ചും വീശിയെറിഞ്ഞും രാക്ഷസന്മാരെ വീരബാഹു നിമിഷ നേരം കൊണ്ട് കാലപുരിക്കയച്ചു. യുദ്ധക്കളം ശൂന്യമായി. വീരബാഹുവിന്റെ അടിയേറ്റ് സഹസ്രബാഹു നിലംപതിച്ചു. സഹസ്രബാഹുവിന്റെ മരണം ശൂരപത്മാസുരനെ ദുഃഖത്തിലാഴ്ത്തി. വിവരമറിഞ്ഞ് പ്രിയപുത്രൻ വജ്രബാഹു ശൂരപത്മാസുരനെ ആശ്വസിപ്പിക്കാൻ ഓടിയെത്തി. പരാക്രമിയായ വജ്രബാഹുവും വീരബാഹുവും തമ്മിൽ ഏറ്റുമുട്ടി. വീരബാഹുവിന്റെ ശരീരം കീറി മുറിഞ്ഞു. രക്തം വാർന്നൊഴുകി. വീരബാഹു മുരുകനെ ധ്യാനിച്ച് ശത്രുസേനയുടെ നടുവിലേക്ക് കുതിച്ചു ചാടി. വജ്രബാഹുവിനെ ശക്തിയോടെ കടന്നുപിടിച്ച് വീശിയെറിഞ്ഞു. രഥം തകർത്തു. മായാവിയായ അസുരൻ മറ്റൊരു രഥത്തിലേറി വീണ്ടും എത്തി. വീരബാഹു രഥത്തെയും അസുരനെയും ചേർത്ത് പിടിച്ച് ആകാശത്തിലേക്ക് വലിച്ചെറിഞ്ഞു. രഥം തകർന്നു വീണു. വജ്രബാഹു ശത്രുവിന്റെ നേർക്ക് ഗദയുമായി പാഞ്ഞെടുത്തു. വീരബാഹു കയ്യിൽ കിട്ടിയ ഉലക്കയെടുത്ത് തടുത്തു. ഒടുവിൽ വീരബാഹുവിന്റെ അടിയേറ്റ് വജ്രബാഹു മരിച്ചു വീണു. ശൂരപത്മാസുരൻ അപ്പോഴേക്കും തളർന്നിരുന്നു. ഇനി താമസിക്കുന്നത് അപകടമാണ്. വീരബാഹു അവിടെ നിന്ന് അപ്രത്യക്ഷനായി. ദൂതന്റെ കടമ യുദ്ധം ചെയ്യുകയല്ല, യുദ്ധം ഒഴിവാക്കുകയാണ്. ശൂരപത്മാസുരനോട് ഏറ്റുമുട്ടാൻ വീരബാഹു അശക്തനുമാണ്. വീരബാഹു ശ്രീമുരുകനെ ധ്യാനിച്ചുകൊണ്ട് അസ്തമനഗിരിയിലേക്ക് തിരിച്ചു. ആകാശത്തിലൂടെ മടക്കയാത്ര ആരംഭിച്ചു. ലങ്കാപുരിയിലെത്തിയതും അപരിചിതനായ ഒരു രാക്ഷസൻ യാത്ര തടഞ്ഞു. വ്യാളി മുഖാസുരൻ 1000 തലകളും 2000 കൈകളുമുള്ള ആ സത്വം വിസ്തൃതമായ വായ് പിളർന്നു പിടിച്ചുകൊണ്ട് വീരബാഹുവിനെ തിന്നാൻ പാഞ്ഞെടുത്തു. വ്യാളിമുഖന്റെ മകൻ അതിവീരനെ വീരബാഹു വധിച്ചിരുന്നു. ആ വൈരാഗ്യമാണ് യുദ്ധത്തിന് ഇടവരുത്തിയത്. അസുരൻ അതിശക്തനാണ്. അവനോട് ഏറ്റുമുട്ടി ജയിക്കുക എളുപ്പമല്ല. വീരബാഹു മുരുകനെ ധ്യാനിച്ചു. ശക്തി തരണേ. ദിവ്യപ്രകാശം പരന്നു. ശത്രുവിനെ നേരിടാൻ ശ്രീമുരുകൻ വീരബാഹുവിന് അത്ഭുത ശക്തി നൽകി. 1000 തലകളും 2000 കൈകളും അരിഞ്ഞു വീഴ്ത്താൻ ഒട്ടും താമസമുണ്ടായിരുന്നില്ല. അംഗഹീനനായി രാക്ഷസൻ നിലം പതിച്ചു. യാത്ര തുടർന്നു. ഗന്ധമാദന പർവ്വതത്തിന്റെ താഴ്വരയിലെത്തി. തിരുച്ചെന്തൂർ ശ്രീമുരുകന്റെ വാസസ്ഥലം. സമുദ്രം കടന്ന് വീരബാഹു അവിടെ എത്തി. തൃച്ചേവടികൾ വന്ദിച്ചു. മന്ദസ്മിതം തൂകി മുരുകൻ ദൂതനെ അനുഗ്രഹിച്ചു.
അസുരപുരിയിലെ വൃത്താന്തങ്ങൾ ഒന്നൊന്നായി വിസ്തരിച്ചു ഉണർത്തിച്ചു. യുദ്ധവർണ്ണനകൾ കേട്ട് ശ്രീമുരുകൻ വീരബാഹുവിനെ അഭിനന്ദിച്ചു. ശൂരപത്മാസുരനെ വധിക്കാൻ ഇനിയും വൈകിക്കൂടാ എന്ന് ശ്രീമുരുകൻ തീരുമാനിച്ചു. ബ്രഹ്മദേവനെയും മഹാവിഷ്ണുവിനെയും ഉടൻ വിവരമറിയിച്ചു. ശിവസുതന്റെ പിന്നിൽ എല്ലാ ദേവന്മാരും അണിനിരന്ന് അസുരന്മാരോട് ഏറ്റുമുട്ടാൻ ഒരുങ്ങി. അസുരപുരിയിൽ ശൂരപത്മാസുരനും യുദ്ധസന്നാഹങ്ങൾ ആരംഭിച്ചു. വജ്രബാഹുവിന്റെ മരണത്തിൽ മന്ത്രി ധർമ്മഗോപാസുരൻ സാന്ത്വന വാക്കുകളുമായി എത്തി. പുത്രൻ ദീർഘായുസുള്ളവനല്ല എന്ന് കരുതി സമാധാനിക്കാൻ ഉപദേശിച്ചെങ്കിലും അത് ഉൾക്കൊള്ളാൻ പിതാവിന് കഴിഞ്ഞില്ല. തുടർന്നുള്ള ധർമ്മഗോപന്റെ വാക്കുകൾ കൊണ്ട് തെല്ലൊരു ആശ്വാസം ലഭിച്ചപ്പോൾ അസുര ചക്രവർത്തി അനുജൻ സിംഹവക്ത്രനെയും മറ്റു പുത്രന്മാരെയും സേനാപതിമാരെയും മന്ത്രിമാരെയും കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. ശത്രുവിനെ നേരിടേണ്ടത് എങ്ങനെയാണെന്ന് അവർ ആലോചനയിൽ മുഴുകി. രഹസ്യദൂതന്മാർ നൽകിയ വിവരങ്ങൾ വിലയിരുത്തി വഴികൾ ആരാഞ്ഞു. ആ സമയത്ത് മറ്റൊരു കൃത്യവും സംഭവിച്ചു. ദേവന്മാർ പരമശിവന്റെ അടുത്തു ചെന്ന് അസുരന്മാരുടെ ദ്രോഹങ്ങൾ അവസാനിപ്പിക്കുന്നതിന് അവരെ ഉപദേശിക്കാൻ അപേക്ഷിച്ചു. വിവരമറിഞ്ഞ അസുരന്മാർ ഉടനെ ശിവസന്നിധിയിലെത്തി തങ്ങളോട് കരുണ കാണിക്കാൻ അപേക്ഷിച്ചു. അസുരന്മാർക്ക് എതിരായി ശിവൻ പ്രവർത്തിക്കുമെന്ന വിശ്വാസം അവർക്കില്ല. അതിനാൽ തന്നെ മുരുകന്റെ താവളം കണ്ടുപിടിച്ച് അസുരന്മാർ ഒന്നടങ്കം ദേവസൈന്യത്തെ നശിപ്പിക്കാൻ ഒരുമ്പെട്ടു. ശ്രീമുരുകനോട് യുദ്ധം ചെയ്യാനുള്ള അനുവാദത്തിനായി ഭാനുഗോപൻ പിതാവിന്റെ അടുത്തേക്ക് ഓടിയെത്തി. മുരുകനെ പിടിച്ചുകെട്ടി പിതാവിന് സമർപ്പിക്കാമെന്ന് ശപഥം ചെയ്തു. അരുത്, അത് അസാധ്യമാണ്. സിംഹമുഖാസുരൻ ജ്യേഷ്ഠന്റെ മുന്നിലെത്തി രാജനീതിയെക്കുറിച്ച് ദീർഘനേരം സംസാരിച്ചു. വൈരം കൊണ്ട് കാര്യമില്ലെന്ന് ഓർമ്മപ്പെടുത്തി ദേവന്മാരെ മോചിപ്പിക്കാൻ അഭ്യർത്ഥിച്ചു. ശിവപുത്രൻ മുരുകൻ സർവേശ്വരനാണെന്നും അത് അംഗീകരിക്കാൻ മടിക്കരുതെന്നും ഉപദേശിച്ചു. പക്ഷേ സാരോപദേശങ്ങൾ ജ്യേഷ്ഠന് ഇഷ്ടപ്പെട്ടില്ല. കുപിതനായ അസുരൻ അനുജനോട് പറഞ്ഞു, മഹാദേവന്റെ വരദാനങ്ങൾ അനശ്വരങ്ങളാണ്. നേടിയെടുത്ത ശക്തി കൊണ്ട് ദേവന്മാരെ പരാജയപ്പെടുത്തണം. ആ വരദാനങ്ങൾ വ്യർത്ഥമാണെന്നാണോ നീ പറയുന്നത്? ചോദ്യങ്ങൾക്കൊന്നും സിംഹമുഖാസുരൻ മറുപടി പറഞ്ഞില്ല. ജ്യേഷ്ഠന്റെ കോപം ശമിക്കട്ടെ എന്ന് ഉള്ളാലെ ആഗ്രഹിക്കുക മാത്രം ചെയ്തു. അനുജൻ ജ്യേഷ്ഠനെ ആലിംഗനം ചെയ്തു. ജ്യേഷ്ഠന്റെ കൂടെ എന്നും താൻ ഉണ്ടാകുമെന്നും ഉറപ്പുകൊടുത്തു. ആർക്കെതിരെ വേണമെങ്കിലും യുദ്ധം ചെയ്യാൻ ഒരുക്കമാണെന്നും അറിയിച്ചു. അസുരന്മാർ സൈന്യങ്ങൾ ഒന്നിച്ചുകൂടി ശ്രീമുരുകനോട് യുദ്ധത്തിന് ഒരുങ്ങി. ചെറിയ ഒരു ബാലനോട് ഏറ്റുമുട്ടാൻ ആദ്യം ഇറങ്ങിത്തിരിക്കുന്നത് താനാകാൻ പാടില്ലെന്ന് ശൂരപത്മാവിന് തോന്നി. അത് ഒരു അസുര ചക്രവർത്തിയുടെ വീര്യത്തിനും പ്രതാപത്തിനും അനുയോജ്യമല്ല. സഹോദരന്മാർ രണ്ടുപേരും അപ്രകാരം തീരുമാനിച്ച് സ്വന്തം കൊട്ടാരങ്ങളിലേക്ക് പോയി. ശ്രീമുരുകൻ യുദ്ധസന്നാഹങ്ങൾ ആരംഭിച്ചു. വായുദേവനെ കൊണ്ട് രഥം വരുത്തി. ബ്രഹ്മദേവൻ ഹംസത്തിന്റെ പുറത്തും മഹാവിഷ്ണു ഗരുഡാരൂഢനായും വിളങ്ങി. സ്വന്തം വിമാനത്തിൽ ദേവേന്ദ്രൻ വന്നിറങ്ങിയപ്പോൾ യുദ്ധവാദ്യങ്ങൾ മുഴങ്ങി. ദേവസമൂഹം മുഴുവൻ കൂടെയുണ്ട്. കൂട്ടത്തോടെ എല്ലാവരും വീരമഹേന്ദ്ര പട്ടണത്തിന്റെ അടുത്തെത്തിച്ചേർന്നു. യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് എവിടെ താവളം അടിക്കണം ദേവന്മാർ കൂടി ആലോചിച്ചു. വിശ്വകർമാവിനെ വരുത്തി മഹേന്ദ്ര പട്ടണത്തിനപ്പുറത്ത് ഒരു അത്ഭുത നഗരം അതിവേഗം നിർമ്മിക്കപ്പെട്ടു. എല്ലാം സ്വർണമയമായി തോന്നുന്ന ആ നഗരത്തിന്റെ പേരാണ് ഹേമകൂടം. എല്ലാവരും യുദ്ധസന്നദ്ധരായി അവിടെ താമസിച്ചു. നാരദ മഹർഷി വിവരമറിഞ്ഞ് ഉടനെ അവിടെ എത്തി. നാരദനെ കണ്ടപ്പോൾ അസുര ചക്രവർത്തി വണങ്ങി. വിജയം ആരുടെ പക്ഷത്തായിരിക്കുമെന്ന് വ്യക്തമാക്കാൻ നാരദ മഹർഷിയോട് ആരും ആവശ്യപ്പെട്ടില്ല. അത് രഹസ്യമായി തന്നെ ഇരിക്കട്ടെ എന്ന് നാരദനും കരുതി. ശൂരപത്മാസുരന്റെ പുത്രൻ ഭാനുഗോപൻ തന്നെ യുദ്ധത്തിന് തുടക്കം കുറിച്ചു. ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗത്തിൽ ഭാനുഗോപനും വീരബാഹുവും.